വെട്ടത്തി എല്ലാവരും ഇവിടെ വെട്ടുമുണ്ട്. ഹൈ ഗായ്സ്, നമ്മൾ ഇന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ പോകും. രാത്രി 8 മണിയായപ്പോൾ ഇത്രയും പേർക്ക് ഒരാഗ്രഹം നാരങ്ങ വെള്ളം കുടിക്കാൻ. അയ്യോ വെട്ടമില്ല വെളിച്ചമില്ല. അപ്പം നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാം. എവിടെ നാരങ്ങ വെള്ളം ഒന്ന് കടതപ്പാൻ പോകുന്നൊരു രംഗമാണിത്. ഈ വളവിൽ പോകണോ ഈ വളവിൽ പോകണമെന്ന് അറിയത്തില്ല. ഏത് വളവിൽ പോയാൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് ജംഗ്ഷനിൽ വന്ന് നിന്ന് ചർച്ച ചെയ്യുന്നവരെയാണ് നമ്മൾ കാണുന്നത്. ഈ വളവിന് വന്ന് നിന്നിട്ടാണ് നമ്മൾ തിരക്കുന്നത് നാരങ്ങ വെള്ളം ഇവിടെ കിട്ടും. നാരങ്ങ വെള്ളം കിട്ടിയാലും ഇല്ലെങ്കിലും വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും. അല്ല, സത്യത്തിൽ എനിക്ക് നാരങ്ങ വെള്ളം വേണ്ട. പക്ഷെ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാനെന്ന് വിചാരിച്ചാൽ ഇവരോട് ഇറങ്ങിയെന്നേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ നടക്കാമല്ലോ, വെറുതെ ഇങ്ങനെ ഹോസ്റ്റലിലൊന്നും കുത്തിരിക്കരുത്. സമയം കിട്ടുമ്പം ഇങ്ങനെ പെർമിഷനൊക്കെ മേടിച്ചിട്ട് പെയ്യെ ഇറങ്ങി വല്ല നാരങ്ങ വെള്ളം കുടിക്കാനെന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ ഇറങ്ങണം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. മെയിൻ റോഡിലായി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പൊക്കാനുള്ള ത്രാണി എനിക്കില്ല. അപ്പം നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ കാണാം ഗൈസ്. നമുക്ക് തലവേദന ആയതുകൊണ്ട് നമുക്ക് നാരങ്ങ വെള്ളം വേണ്ട. നമ്മളൊരു കാപ്പി ചോദിച്ചു, പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് അടങ്ങിയിരിക്കും. നമ്മൾ കാപ്പി ചോദിച്ചു, പക്ഷേ കാപ്പി റെസ്റ്റോറൻറ്റിലില്ല. കാപ്പി ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. പക്ഷേ ഇനി നമ്മൾ നാരങ്ങ വെള്ളമുണ്ട്, കാപ്പിയില്ല. എല്ലാവരും നോക്കട്ടെ. കാപ്പി ഇല്ലാത്ത റെസ്റ്റോറൻറ്റ് എനിക്കറിയത്തില്ല. അവർക്ക് മസാല ചായ ഉണ്ട്, ചായ ഉണ്ട്, കാപ്പി ഇല്ലെന്ന്. വെരി ബാഡ്. അപ്പം നമ്മളിവിടെ കുടിക്കുന്ന കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഹോസ്റ്റലിൽ പോകണം. ഗൈസ്, നമ്മൾ ഇത്തിരി ഞാൻ കുടിച്ചു നോക്കി. വെരി മാട്ടവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും മാട്ടവെള്ളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഗൈസ് കണ്ടത് കുടിച്ചുകൊണ്ടറിയാക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ് പോലും കുടിക്കാൻ പാടുപെടുന്നവരെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല മാട്ടവെള്ളം ഞാൻ മേടിക്കാവുന്നത് കാര്യമായി എന്ന് പറഞ്ഞു. ആര് നോക്കിയാലും മാട്ടവെള്ളത്തിന് ഞാൻ മാട്ടവെള്ളം എന്ന് തന്നെ പറയും. അപ്പം നമ്മൾ അന്നേരം നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നൊക്കെ ഒരു രംഗമാണ് കാണുന്നത്. അപ്പം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഹോസ്റ്റലിലോട്ട് തിരിച്ചു കയറാൻ പോവാണ് ഗൈസ്. ഞാൻ ജെയിനി, പത്തനംതിട്ടക്കാരിയാണ്. ഇപ്പം ഞാനുള്ളത് തിരുവനന്തപുരത്തിൻ്റെ വീതിയിലാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. അപ്പം ഗൈസ് ബൈ, നന്ദി, വീണ്ടും വരിക.